ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ക്ലാസ് ഒന്നുമല്ല, ഒരു ചെറിയ കഥയാണ് പറയാൻ പോകുന്നത്. ഈ ഒരു കഥ മിക്കവാറും മിക്ക സ്റ്റുഡൻസിൻ്റെയും ലൈഫ് ടേണിംഗ് മൊമെൻ്റ് തന്നെ ആയിരിക്കും. ഈ റീസെൻ്റ് ആയിട്ട് ഞങ്ങളൊരു ഫ്രീ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ടെലഗ്രാമിൽ കൊടുക്കാൻ ഒരുങ്ങി. ബിക്കോസ് പല സ്റ്റുഡൻസ് ഞങ്ങൾ നോക്കുമ്പോൾ അവർക്കൊരു ഗൈഡൻസിൻ്റെ കുറവുണ്ട്, അല്ലെങ്കിൽ അവർക്ക് റാങ്ക് ഹോൾഡേഴ്സുമായിട്ട് ഒരു ഡയറക്റ്റ് കണക്ഷൻ ഇല്ല. ഒത്തിരി സ്റ്റുഡൻസ് ഹൗസ് വൈഫുകളാണ്, ഒപ്പം തന്നെ വർക്കിംഗ് കാൻഡിഡേറ്റ്സുകളാണ്. അപ്പോൾ അവർക്കൊക്കെ ഈ പറയുന്ന പോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സപ്പോർട്ടോ മറ്റ് കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് കൃത്യമായി എങ്ങനെ പഠിക്കണം, അവർ പഠിക്കുന്ന ഫോളോ ചെയ്യുന്ന മെത്തേഡ് കറക്റ്റാണ് തുടങ്ങിയ കാര്യങ്ങളിൽ കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കൺഫ്യൂഷൻസുകൾ അഡ്രസ് ചെയ്യാനാണ് അങ്ങനെ ഒരു പ്രോഗ്രാം ഞങ്ങൾ ടെലഗ്രാമിൽ ലോഞ്ച് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തരം അക്കാഡമിക് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ മെൻറ്ററുമായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ ഈ 3 ദിവസങ്ങളായിട്ട് വന്നു. ഈ റിസൾട്ട് വന്നതിന് ശേഷമാണ്. റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് ഒയുടെ പ്രിലിംസിൻ്റെ റിസൾട്ട്. ഈ സെക്രട്ടേറിയറ്റ് ഒയ പരീക്ഷയ്ക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ബിക്കോസ് കഴിഞ്ഞ തവണത്തെ ലിസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ ലിസ്റ്റ് വളരെ വേഗത്തിൽ ഫിനിഷായി. ഏകദേശം ഒരു കൊല്ലം കാലാവധിക്ക് മുന്നേ ഒരു കൊല്ലം മുമ്പേ തന്നെ ലിസ്റ്റ് ഫിനിഷായി. അതിനുശേഷം വന്ന വേക്കൻസികളെല്ലാം ഇനി വരുന്ന ലിസ്റ്റിൽ നിന്നാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണ്. മറ്റ് PSC ലിസ്റ്റുകളെ അപേക്ഷിച്ച് ഈ ലിസ്റ്റിൽ വരാൻ പോകുന്നവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ജോബ് ലഭിക്കാൻ. പിന്നെ ജോബിൻ്റെ പ്രൊമോഷൻ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എൻട്രി ലെവലിൽ പെട്ടെന്ന് ജോലിയിൽ കയറാനുള്ളൊരു ജോലിയാണ്, കയറാൻ കഴിയുന്ന ഒരു ജോലിയാണ്. മാത്രമല്ല ഇതിലിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പ്രൊമോഷൻ സാധ്യത ഉണ്ടാവുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പെട്ടെന്നൊരു ജോലിയിലേക്ക്, സർക്കാർ ജോലിയിലേക്ക് എത്തിപ്പെടാനും പിന്നെ പഠിക്കണം എന്നുള്ളവർക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ കിട്ടുന്നൊരു ജോലിയാണ്. ദെൻ പറയാനുള്ള മറ്റൊരു കാര്യം ഈ ഡൗട്ടുകളെക്കുറിച്ചാണ്. എന്തൊക്കെ തരം ഡൗട്ടുകളാണ് ഉണ്ടായതെന്ന് ഞാൻ പറയാം. അതാണ് വളരെ ഇൻട്രസ്റ്റിംഗ്. ബിക്കോസ് ഇപ്പോൾ പലരും ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ടാകാം. അപ്പോൾ ആ ഡൗട്ടുകളിലേക്ക് വരാം. 30 ദിവസം കൊണ്ട് ഈ എൻറ്റയർ മെയിൻസിൻ്റെ സിലബസ് എങ്ങനെ കവർ ചെയ്യും? കോമൺ ആയിട്ടുള്ള ഡൗട്ടാണ്. കാര്യം അവർ നോക്കുമ്പോഴത്തേക്ക് ഇനി ആകെ 30 ദിവസം മാത്രമേ മെയിൻസ് പരീക്ഷയ്ക്കുള്ളൂ. അപ്പോൾ ഈ ഒരു സിലബസ് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ലെങ്തി ആയിട്ടുള്ള സിലബസാണ്. ഇതെങ്ങനെ കവർ ചെയ്യാം എന്ന് ചോദിക്കുന്നവരുണ്ട്. പിന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ പറഞ്ഞുതരാമെന്ന് ചോദിക്കുന്നുണ്ട്. ബിക്കോസ് ഇനി അവർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ മാത്രം നോക്കി പോയി കഴിഞ്ഞാൽ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തിലായിരിക്കും അങ്ങനെ ചോദിക്കുന്നത്. ഇനി കറണ്ട് അഫേഴ്സ് ചോദിക്കുന്നവരുണ്ട്. കറണ്ട് അഫേഴ്സ് എങ്ങനെയാണ് പഠിക്കുന്നത്? കാര്യം കറണ്ട് അഫേഴ്സ് നോക്കുമ്പോൾ ഒരു കടൽ പോലെ ഉണ്ടല്ലോ, 20 മാർക്കിന് കറണ്ട് അഫേഴ്സ് ഉണ്ട് സിലബസിൽ. അപ്പോൾ ഇതെങ്ങനെ കവർ ചെയ്യാം? ദെൻ റിവിഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം. 30 ദിവസം കൃത്യമായി റിവിഷൻ നടത്തിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയൂ, ഈ പഠിച്ചതെല്ലാം പരീക്ഷയ്ക്ക് പേപ്പറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് നടത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുന്ന വിദ്യാർത്ഥികളാണ് റിവിഷനെ പറ്റി ചോദിക്കുന്നത്. ഇനി ബുക്സ് ടു റെഫേഴ്സ്. ബുക്കുകൾ റാങ്ക് ഫെയിൽ പഠിക്കണോ, SCRT പഠിക്കണോ, പുതിയതും പഴയതും SCRT ഉണ്ട്, ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് വർക്കൗട്ട് ചെയ്യണോ, അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് എങ്ങനെ ചെയ്യാൻ സാധിക്കും? ഇനി പലരുടെയും മറ്റ് സംശയങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻസിനൊക്കെ പ്രിലിംസിനൊക്കെ നല്ലോണം പഠിച്ചിരുന്നു, പക്ഷേ മറവി കാരണം എല്ലാം മറന്നു പോയിട്ടുണ്ട്. ഇനി അതൊക്കെ എങ്ങനെ റിക്കവർ ചെയ്യാം, ഈ മറവി എങ്ങനെ കുറയ്ക്കാം തുടങ്ങിയ കാര്യങ്ങളിൽ കുറച്ച് ടിപ്പുകൾ പറഞ്ഞു തരുമെന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾ നോക്കി വെച്ചോളൂ. ഇതിലെല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരം ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് കാര്യം ഈ സിലബസ് അത്യാവശ്യം നല്ലൊരു സിലബസാണ്. നമുക്ക് 30 ദിവസത്തിനുള്ളിൽ കവർ ചെയ്യാമെന്ന് വെച്ചാൽ കവർ ചെയ്യാവുന്ന അത് ഓരോരുത്തരുടെ ഡിപ്പെൻസാണ്. കാര്യം നിങ്ങളെല്ലാം പ്രിലിംസ് ക്വാളിഫൈ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സിലബസുമായിട്ട് നല്ലൊരു പരിചയം ഉണ്ടാവും. കാര്യം അത്യാവശ്യം ചെറിയ ചേഞ്ചുകളൊക്കെ തന്നെയാണ് പ്രിലിംസ് മെയിൻസിലും വരിക. അപ്പോൾ സിലബസിനെ ന്യൂക്കാൻ കോർണർ ഇനി എടുത്ത് മൈക്രോസ്കോപ്പിക് ലെവലിൽ പഠിക്കാനുള്ളൊരു സാഹചര്യവും സമയമൊന്നുമില്ല. പകരം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലകൾ കണ്ടെത്തുക, അതിന് കൂടുതൽ സ്ട്രെസ് കൊടുത്ത് പഠിക്കുക, അത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. നമ്മൾ പഠിക്കാത്ത പോർഷനിൽ നിന്ന് ഒരു ചോദ്യം വന്ന് ഉത്തരം എഴുതാൻ പറ്റാത്തതിനേക്കാൾ വിഷമം നമുക്കുണ്ടാകുന്നത് പഠിച്ച പോർഷനിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്കത് ഉത്തരം എഴുതാൻ പറ്റാതിരിക്കുന്ന സാഹചര്യം വരുമ്പോഴാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ സിലബസിനെ ഡിവൈഡ് ചെയ്യുക, സെക്ഷണലായി ഡിവൈഡ് ചെയ്യുക. ഓരോ ഡേയിലും നിങ്ങൾ കൃത്യമായി സിലബസിലെ ഇത്ര പോർഷൻസ് പഠിക്കാൻ ശ്രമിക്കുക. ഇതിനു വേണ്ടി ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. ഇനി പലർക്കും സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാൻ അറിയില്ലായിരിക്കും, അല്ലെങ്കിൽ ഒരു മടി കാണും, അല്ലെങ്കിൽ എങ്ങനെ കൃത്യമായി ഉണ്ടാക്കാം എന്ന് സംശയം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളൊരു ഫ്രീ സ്റ്റഡി പ്ലാൻ തന്നെ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. പബ്ലിക് ചാനലാണ്, അതിൽ നിങ്ങൾക്ക് ആ സ്റ്റഡി പ്ലാൻ്റെ PDF ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം അതിലെ ഡേറ്റിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റഡി പ്ലാൻ പഠിക്കാം. ഇനി സ്റ്റഡി പ്ലാൻ്റെ എക്സാമുകൾ എഴുതണോ, അതിൽ തന്നെ എക്സാമുകളുണ്ട്. അതൊരു ടെസ്റ്റ് സീരീസായി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റഡി പ്ലാൻ നിങ്ങൾ പഠിക്കുന്ന ആ ദിവസം തന്നെ നിങ്ങൾക്ക് എക്സാമുകൾ എഴുതാം. എക്സാമുകൾ എഴുതുമ്പോൾ ഗുണം എന്ന് പറയുമ്പോൾ വീക്ക് പോയിന്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നിങ്ങൾ പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എന്താണ്, നിങ്ങളുടെ വീക്ക് പോയിന്റ്സ് ആണ് അല്ലെങ്കിൽ മിസ്റ്റേക്കുകളാണ്, അത് കറക്റ്റ് ചെയ്ത് പോവുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞല്ലോ, ഇനി ഒരുപാട് പഠിക്കുന്നതിൽ അർത്ഥമില്ല. പകരം നമ്മുടെ പ്രോബ്ലംസുകൾ മനസ്സിലാക്കി അത് റെക്ടിഫൈ ചെയ്ത് പഠിക്കുന്നതിലാണ് കാര്യം. ഇനി സിലബസിൻ്റെ ഇമ്പോർട്ടൻറ്റ് മേഖലകൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാര്യം അത് പഠിക്കുന്നത്, ഞാൻ പറഞ്ഞു സിലബസിനെ മൈക്രോസ്കോപ്പിക് ലെവലിൽ പഠിക്കാൻ നേരമില്ല. പകരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസുകൾ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇത് ഞാൻ ഡിഗ്രി ലെവൽ എക്സാംസുകൾക്ക് പഠിക്കാൻ അപ്ലൈ ചെയ്തൊരു സ്ട്രാറ്റജി ഞാൻ പറഞ്ഞുതരാം. ഡിഗ്രി ലെവലിൽ ഞാൻ പ്രിലിംസ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മറ്റ് എക്സാമുകളൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള തിരക്കിലായി. ദെൻ പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് മെയിൻസിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ആ ഒരു ടൈമിൽ പിന്നെയും ഫ്രഷ് ആയിട്ട് PSC സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് ഞാൻ ചെയ്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഡെയിലി പഠിക്കുന്നതിനോടൊപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യും. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആവാം, അല്ലെങ്കിൽ ഈ പറയുന്ന ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ ഡെയിലി ഒരു റിവിഷൻ നടത്തുന്നുണ്ടായിരുന്നു. അത് ഈ പറയുന്ന പോലെ മോക്ക് എക്സാമുകളും ഒപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ശരിയാകാറുണ്ട്, തെറ്റാകാറുണ്ട്, ചിലതിൽ കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഞാൻ ഈ തെറ്റാകുന്നതും കൺഫ്യൂഷൻ ഉണ്ടാകുന്നതുമായുള്ള ക്വസ്റ്റ്യൻസ് വന്ന ടോപ്പിക്കുകൾ എന്ത് ചെയ്തു, ഒരു ബുക്കിൽ നോട്ട് ചെയ്തു. അതിനുശേഷം അതിൽ നിന്ന് നോട്ട്സ്, ആ ഒരു നോട്ട് ഉണ്ടല്ലോ, ആ നോട്ട് ചെയ്ത ടോപ്പിക്കുകൾ പിറ്റേ ദിവസം പഠിക്കാൻ തുടങ്ങി.
ഈ പഠിക്കുന്ന കാര്യങ്ങൾ പിറ്റേ ദിവസം അതിൻ്റെ എക്സാംസുകൾ എഴുതി അത് റെക്ടിഫൈ ചെയ്ത് പോയി. അപ്പോൾ അതായത് നമ്മൾ ഓരോ ഡേയിലും നമ്മൾ എക്സാംസുകൾ എഴുതുക, ആ എക്സാംസുകളിൽ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആവും, ഈ പറഞ്ഞ പോലെ ടോപ്പിക് വൈസ് ആവും, അത് എഴുതുക, അതിൽ നിന്ന് നമ്മുടെ വീക്ക് പോയിന്റ്സ് ഉള്ള വീക്കായ ടോപ്പിക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇപ്പോൾ സിലബസിനെ ഞാൻ പറഞ്ഞു സെക്ഷണലായിട്ട് ഡിവൈഡ് ചെയ്ത് എക്സാംസുകൾ എന്ന് പറഞ്ഞു. ഇപ്പോൾ സെക്ഷണൽ എക്സാംസുകൾ കണ്ടക്ട് ചെയ്യും, നമ്മുടെ ടെസ്റ്റ് സീരീസിലും അതേപോലെയാണ് സെക്ഷണൽ എക്സാംസുകൾ കണ്ടക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചില ചോദ്യങ്ങൾ തെറ്റും, ചിലത് കൺഫ്യൂഷൻ ഉണ്ടാവും. ആ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ചോദ്യം ഉത്തരം മാത്രം പഠിക്കാതെ ആ ചോദ്യം വന്ന ടോപ്പിക്ക് പഠിക്കുക, അല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായ ടോപ്പിക്ക് പഠിക്കുക, അത് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകുക. ആ രീതിയിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിട്ട് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ്, പല ഉദ്യോഗാർത്ഥികളും പലതിലും സ്ട്രോങ്ങും വീക്കും ആയിരിക്കും. ഒരാൾക്ക് വേണ്ടി ഇന്നത് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാര്യം CPSE ആണ്, സിലബസിൽ ഏത് പോർഷനിൽ നിന്ന് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ചോദിക്കുക. എന്നാൽ PSCയുടേതായ കുറേ ടോപ്പിക്കുകളും ഉണ്ട്, അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഈ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിൻ്റെയും 10th പ്രിലിംസിൻ്റെയും എല്ലാ ക്വസ്റ്റ്യൻസ്, LDCയുടെയും എല്ലാ ക്വസ്റ്റ്യൻസുകൾ റെഫർ ചെയ്യുക. അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇനി കറണ്ട് അഫേഴ്സ് എങ്ങനെ പഠിക്കണം എന്ന് ചോദിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും അല്ലെങ്കിൽ കറണ്ട് അഫേഴ്സ് എങ്ങനെ പഠിക്കണം എന്നൊക്കെ നമ്മൾ മുമ്പ് യൂട്യൂബ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇതിൽ കൂടെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. കറണ്ട് അഫേഴ്സ് ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഇതാണ്. വാരി വലിച്ച ഡേ ബൈ ഡേ കറണ്ട് അഫേഴ്സ്, ഈ വീക്കിലി കറണ്ട് അഫേഴ്സ്, മന്ത്ലി കറണ്ട് അഫേഴ്സ്, ഇയർലി കറണ്ട് അഫേഴ്സ് പഠിക്കാനുള്ള നേരമില്ല. ആകെ 30 ദിവസമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ഈ കയ്യിലുള്ള ദിവസം ഏറ്റവും വൃത്തിയായി ഏറ്റവും കൃത്യമായ കറണ്ട് അഫേഴ്സുകൾ പഠിക്കും. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഓർമ്മയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഡിവൈഡ് ചെയ്ത് ഇതുപോലെ മാപ്പ് ആക്കിയിട്ടുണ്ട്, മൈൻഡ് മാപ്പ് ആക്കിയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചോളൂ, അല്ലെങ്കിൽ ആ പഴയ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. യൂട്യൂബിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിലൊരു കറണ്ട് അഫേഴ്സ് എങ്ങനെ പഠിക്കാവുന്ന ഒരു വീഡിയോ ഉണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ. അല്ലെങ്കിൽ ഇത് ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കും. അതായത് അപ്പോയിൻമെൻറ്റ്സ്, ഇപ്പോൾ അപ്പോയിൻമെൻറ്റ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് മേഖലയാണ്, PSC സ്ഥിരം ചോദിക്കുന്നതാണ്. അതിന് നാഷണൽ ലെവൽ അപ്പോയിൻമെൻറ്റ്സുകളുണ്ട്, വേൾഡ് വൈഡ് ഓർഗനൈസേഷൻ, ഇപ്പോൾ UNO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അങ്ങനെ അവിടെ നടക്കുന്ന അപ്പോയിൻമെൻറ്റ്സുകളുണ്ട്, കേരളത്തിൽ നടക്കുന്ന ഇമ്പോർട്ടൻറ്റ് അപ്പോയിൻമെൻറ്റ്സുകളുണ്ട്. അപ്പോൾ ഈ 3 സെക്ടറുകൾ ആയി തിരിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഇനി അവാർഡ്സ് ആൻഡ് ഹോണറേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആർട്ട് ആൻഡ് ലിറ്ററേച്ചറുമായിട്ട് ബേസ് ചെയ്ത അവാർഡ്സ് ഉണ്ട്, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം തുടങ്ങിയ. ഇനി സയൻസ് മേഖലയിൽ കൊടുക്കുന്ന പുരസ്കാരങ്ങളുണ്ട്. കേരളത്തിനുള്ളിൽ നടക്കുന്ന ഫംഗ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ കേരള ഫിലിം ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പുരസ്കാരങ്ങൾ, IFFK, IFFI തുടങ്ങിയ മേഖലകൾ. അപ്പോൾ ആ രീതിയിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുകൾ പഠിക്കാൻ ശ്രമിക്കുക. കാര്യം PSC ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന മേഖലകളുണ്ട് കറണ്ട് അഫേഴ്സിന്. അതാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി സ്പോർട്സ് എടുത്തു കഴിഞ്ഞാൽ അവാർഡ്സ്, ഇത് ഈ ഇടയ്ക്ക് നടന്ന ഒളിമ്പിക്സ്, റീസെൻ്റ് ആയിട്ട് നടന്ന വേൾഡ് കപ്പ്, ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങിയ കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട അത് ഏതൊക്കെ ടീമിനാണ് കിട്ടിയത്, അതിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ഏതാ, മാൻ ഓഫ് ദ മാച്ച് ആരാ തുടങ്ങിയ കാര്യങ്ങൾ. ഇനി അത് നടന്ന വെന്യൂ ഏതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി റെക്കോർഡ്സുകൾ, ആ ഒരു ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് റെക്കോർഡുകൾ നേടിയ താരങ്ങൾ ഏതാണ്ട്, റെക്കോർഡ് എത്രയാണ് തുടങ്ങിയ കാര്യങ്ങൾ. ഒളിമ്പിക്സ് എടുത്ത് നീരജ് ചോപ്ര എറിഞ്ഞ ജാവലിൻ്റെ ലെങ്ത് എത്രയാണ്, ആ ഒരു റെക്കോർഡ്സുകളൊക്കെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഇനി സയൻസ് മേഖല എടുത്തു കഴിഞ്ഞാൽ റീസെൻ്റ് ആയിട്ടുള്ള ഇന്നോവേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ISRO, NASA തുടങ്ങിയ അവരുടെ പരീക്ഷണങ്ങളും ഈ പറയുന്ന വിക്ഷേപണങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. സുനിത വില്യംസുമായിട്ടൊക്കെ ഉറപ്പായിട്ടും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള സയൻസുമായി മേഖലയിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക, മെഡിസിനുമായി ബന്ധപ്പെട്ട മേഖലയിൽ നടക്കുന്ന ഇന്നോവേഷൻസ് പഠിക്കുക, പുതിയ വാക്സിൻസ് കണ്ടെത്തുക, അതൊക്കെയാണ് കൂടുതൽ റീസെൻറ്റ് ട്രെൻഡിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇനി എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത കറണ്ട് അഫേഴ്സുകൾ ഒരുപാട് ചോദിക്കാറുണ്ട്. റീസെൻ്റ് ആയിട്ട് എക്കണോമിക്സ് വരുമ്പോൾ അവാർഡ്സുകൾ, RBIയുടെ പോളിസീസ്. അപ്പോൾ ഇത്തരത്തിൽ സെക്ഷണലായിട്ട് കറണ്ട് അഫേഴ്സ് അല്ലെങ്കിൽ ടോപ്പിക് വൈസ് ആയിട്ട് കറണ്ട് അഫേഴ്സ് ഡിവൈഡ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റിവിഷൻ എങ്ങനെ ചെയ്യാം. റിവിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫൈനൽ പുഷാണ്. നമ്മൾ എത്ര നല്ല പഠിക്കുന്ന ഒരാളാണെങ്കിൽ പോലും കൃത്യമായി റിവിഷൻ ഇല്ലെങ്കിൽ തീർന്നു. നമ്മൾ അവസാന നിമിഷം അല്ലെങ്കിൽ ഈ അവസാനത്തെ 30 ദിവസം കൃത്യമായി യൂട്ടിലൈസ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ സിലബസിനെ എൻ്റയർലി എന്ത് ചെയ്യുക, സെക്ഷണലായിട്ട് ഡിവിഷൻ ചെയ്യുക. ഞങ്ങളുടെ സ്റ്റഡി പ്ലാനിലൊക്കെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ദെൻ അതിൽ നിന്ന് നമ്മുടെ വീക്ക് പോയിൻറ്റ്സുകളും മിസ്റ്റേക്കുകളും ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ, വീക്ക് ആയിട്ടുള്ള ഏരിയ ഐഡൻറ്റിഫൈ ചെയ്യുക. അതിൽ നിന്ന് പിന്നെയും പഠിക്കുക. ഓക്കെ, അതായത് കൃത്യമായി സിലബസ് പ്രകാരം പഠിക്കുക, അതിനൊരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക, സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്യുക. ഞങ്ങളുടെ ടെസ്റ്റ് സീരീസിൽ ഉദ്ദേശിക്കുന്നതാണ് വർക്കൗട്ട് ചെയ്യുക. ദെൻ നമ്മുടെ വീക്ക് പോയിൻറ്റ്സുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക, നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക, വീക്ക് പോയിൻറ്റ്സുകൾ റെക്ടിഫൈ ചെയ്യുക. ഇനി ഇതെങ്ങനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ചരിത്രത്തെ ഞങ്ങൾ കേരള ചരിത്രം, വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, ആ ഒരു രീതിയിൽ നമ്മൾ ഡേ ബൈ ഡേ പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം ഡേ ബൈ ഡേ എക്സാംസുകൾ നടത്തുന്നുണ്ട്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സാമിന് മുന്നോടിയായിട്ട് എൻ്റയർ സിലബസിനെ ടോപ്പിക് വൈസ് ആയിട്ട് കവർ ചെയ്യും. ഒപ്പം തന്നെ മോഡൽ എക്സാംസുകളും കണ്ടക്ട് ചെയ്യും. വളരെ കൃത്യമായി നമ്മൾ 30 ദിവസം അല്ലെങ്കിൽ 35 ദിവസം കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുക. ദെൻ അടുത്ത ഒരു വലിയ കൺസേൺ ആണ് മെമ്മറി ടിപ്പ് പറഞ്ഞു തരാവുന്നത്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെമ്മറി ടിപ്പാണ് ആക്റ്റീവ് റീകോൾ. അതായത് നമ്മൾ പലരുടെയും ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് റീഡ് ചെയ്യുന്നത് മാത്രമാണ് റിവിഷൻ എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല, റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്നത് ഒരിക്കലും ഒരു റിവിഷനായിട്ട് പറയാൻ കഴിയില്ല. റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഓർത്തെടുക്കുന്നതാണ് റിവിഷൻ എന്ന് പറയുന്നത്. ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനെ സംബന്ധിച്ചുള്ള നമുക്ക് വേണ്ടത് അതാണ്. മനസ്സിലായി. അതായത് നമ്മളിപ്പോൾ ഒരു പരീക്ഷ ഹാളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഓർത്തെടുക്കാനാണ് ശ്രമിക്കുന്നത്. അതേ കാര്യം നമ്മൾ ഡേ ബൈ ഡേ പ്രോസസ്സിൻ്റെ ഭാഗമാക്കണം. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ബ്രെയിൻ അതിനെന്ത് ചെയ്യും, ട്രെയിൻഡ് ആകും. അപ്പോൾ ഞാൻ എൻ്റെ ഡിഗ്രിയിലെ പ്രിപ്പറേഷൻസിനൊക്കെ ഞാൻ യൂസ് ചെയ്ത സ്ട്രാറ്റജി ഇപ്പോൾ പറയുന്ന പോലെ പരീക്ഷ രാവിലെയാണെന്ന് എനിക്ക് മനസ്സിലായ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു, രാവിലെ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിനനുസരിച്ച് എൻ്റെ ബ്രെയിൻ വർക്കൗട്ടിംഗ് പീരീഡ് ഈ രാവിലെ 7:30 ടൈമാക്കി. അപ്പോൾ ഞാൻ ആ രീതിയിൽ ട്രെയിൻഡായി. സോ എനിക്കൊരു ഹാബിച്വൽ ആക്ഷൻ്റെ ഭാഗമായി മെയിൻസ് എക്സാം എന്ന് പറയുന്നത്. സോ ആ ഒരു രീതിയിൽ നമ്മുടെ ബ്രെയിനെ ട്രെയിൻ ചെയ്യുക. ഞങ്ങൾ പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് ഈ പറയുന്ന ടോപ്പിക് വൈസ് ആയിട്ടുള്ള എക്സാംസുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് വർക്കൗട്ട് ചെയ്യുക. ബ്രെയിൻ ആ രീതി ട്രെയിൻ ചെയ്തെടുക്കുക. ദെൻ
സ്പേസ്ഡ് റെപ്പറ്റീഷൻ. കൃത്യമായി പഠിക്കുന്ന കാര്യങ്ങൾ പിന്നെയും റിപ്പീറ്റ് ചെയ്യാൻ നോക്കുക. അത് ക്വസ്റ്റ്യൻസിലൂടെ ആകാം, മറ്റ് കുട്ടികളുമായിട്ട് ഷെയർ ചെയ്യുന്നതിലൂടെ ആകാം. ആ രീതിയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പിന്നീടും എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. ഇപ്പോൾ പലർക്കും ഈ പറയുന്ന പോലെ ഒന്നുകൂടെ വായിക്കുന്ന വിരസത ഉണ്ടാവും. അപ്പോൾ വിരസത ഉണ്ടാവുന്നെങ്കിൽ എന്ത് ചെയ്യുക, വായിക്കുന്ന കൂട്ടത്തിൽ ആ പഠിക്കുന്ന ടെക്സ്റ്റിലെ ആ ഒരു വലിയ എൻ്റയർ പാരഗ്രാഫ് ഉണ്ടെങ്കിൽ ആ പാരഗ്രാഫിൽ ചെറിയ പോയിന്റ്സുകൾ മാത്രം എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഒരു അണ്ടർലൈൻ കൊടുക്കുക. ഫുൾ ആ ഒരു സെൻറ്റൻസിന് അണ്ടർലൈൻ ചെയ്യാത്ത ഒരു വേർഡിന് മാത്രം, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡിന് മാത്രം അണ്ടർലൈൻ ചെയ്യുക. അപ്പോൾ ആ വേർഡ് കാണുമ്പോൾ പിന്നീട് ആ വേർഡ് മാത്രം ഐഡൻറ്റിഫൈ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ഐഡിയ കിട്ടും. ആ രീതിയിൽ നമ്മൾ ഇന്നലെ വായിച്ച കാര്യം 2-3 ദിവസം കഴിയുമ്പോൾ സ്പേസ്ഡായിട്ട് റിപ്പീറ്റ് ചെയ്യുക. ദെൻ പോമഡോറോ ടെക്നിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു മെമ്മറി ടിപ്പാണ്. ബിക്കോസ് നമുക്ക് ഈ പറയുന്ന പോലെ ഡേ ബൈ ഡേ പഠിത്തത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് 25 മിനിറ്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. ദെൻ ഈ ഒരു ടെക്നിക്ക് പിന്നെ ഒരു 2-4 വട്ടം റിവിഷൻ ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡേയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ മൈൻഡ് മാപ്പിംഗ് ആൻഡ് വിഷ്വലൈസേഷൻ. അതായത് ഇപ്പോൾ പലർക്കും ചില കാര്യങ്ങൾ എന്താ പറയുക, ചില ഇപ്പോൾ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടതും ചില സയൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓർത്തെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യുക, ഇപ്പോൾ ഈ മൈൻഡ് മാപ്പിംഗ് ചെയ്യുക. അതായത് ഈ ഫ്ലോ ഡയഗ്രാം, വെൻ ഡയഗ്രാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ വിഷ്വലി ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്ത് മെമ്മറിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ദെൻ ആ ഒരു രീതിയിലൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ മെമ്മറി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ദെൻ പലരും ചോദിക്കുന്ന ഒരു കാര്യം, ഏതൊക്കെ പുസ്തകങ്ങൾ റെഫർ ചെയ്യണം. പുസ്തകങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ, ഇനിയുള്ള സമയത്ത് പുതിയ പുസ്തകങ്ങൾ, പുതിയ മേഖലകൾ കണ്ടെത്തി അതിൻ്റെ പുറകെ പോകുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. പകരം നമ്മൾ പഠിച്ചിട്ടുള്ള പുസ്തകങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇൻ കേസ് ഇനി കോമൺ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പഠിച്ചിരിക്കേണ്ടത് SCRT പഴയതും പുതിയതും റെഫർ ചെയ്യുക, പഠിക്കുക. ദെൻ റാങ്ക് ഫെയിലിൽ പോർഷൻസ് വരുമ്പോൾ റാങ്ക് ഫെയിൽ ഉള്ളവരെ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ എന്താണ് ഇമ്പോർട്ടൻ്റ് ആക്ട്, കേരള ഗവൺമെൻസുമായിട്ടുള്ള ബന്ധപ്പെട്ട ആർട്ട് ആൻഡ് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള മേഖലകൾ, അങ്ങനെയുള്ള മേഖലകളൊക്കെ പിക്ക് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അത് റിപ്പീറ്റ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ റെഫർ ചെയ്യുക. ആ രീതിയിൽ പഠിച്ച കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് അപ്പോൾ നോക്കാൻ ശ്രമിക്കുക. ഇനി പുതുതായിട്ട് കണ്ടന്റുകൾ അഡീഷണലി കയറ്റാതിരിക്കാൻ ശ്രമിക്കുക. കയറ്റുന്നെങ്കിൽ പോലും എന്ത് ചെയ്യുക, അത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് മനസ്സിൽ ഉറപ്പിക്കാൻ ശ്രമിക്കുക. അല്ലാതെ വെറുതെ പരീക്ഷയുടെ അവസാന നിമിഷം വരെയും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് കൊണ്ട് കാര്യമില്ല. ദെൻ ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നല്ല രീതിയിൽ ഒരു എക്സാം എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങളുടെ മെൻറ്ററുമായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കൊരു 24/7 സപ്പോർട്ട് ഞങ്ങൾ തരുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് മെസ്സേജുകൾ വരുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ റിപ്ലൈ കൊടുക്കാൻ സാധിക്കണമെന്നില്ല. എന്നിരുന്നാൽ കൂടി നിങ്ങളുടെ കോമൺ ആയിട്ടുള്ള ഡൗട്ടുകൾ ഇതുപോലെ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. ദെൻ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിലും ഈ മെൻറ്റേഴ്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സ്റ്റഡി പ്ലാനുകൾ റെഫർ ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ വർക്കൗട്ട് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ലോണം റിവിഷൻ ചെയ്യുക. Once again, all the best to everyone. Thank you all.